പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷല്ലേ? ഉയരക്കുറവിനെ ഒരു പോരായ്മയായി കാണാതെ മനസ്സാന്നിധ്യം കൊണ്ട് അതിജീവിച്ച കുഞ്ഞുണ്ണി മാഷിനെ പോലെ ഒരാൾ ഇടുക്കിയിലും കട്ടപ്പനയിലുമുണ്ട്. ആരാണെന്നറിയാമോ? എസ്തർ മരിയ ടോമി. +2 പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയതിലെ സന്തോഷത്തിലാണ് എസ്തർ. നമുക്ക് ആ കൊച്ചുമിടുക്കി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ നല്ല സന്തോഷവതിയാണ്. വെള്ളയാംകുടി സെന്റ് ജെറോംസ് HSSൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലാണ് എസ്തർ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയത്. ഉയരക്കുറവടക്കമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെ മനസാന്നിധ്യം കൊണ്ട് അതിജീവിച്ചാണ് എസ്തർ മരിയ ടോമിയുടെ വിജയക്കുതിപ്പ്. ഒരു ഡിഗ്രി എടുക്കണം എഞ്ചിനീയറിംഗ് CS തന്നെ. അപ്പൊ അതിനുശേഷം സിവിൽ സർവീസ് നോക്കണം താല്പര്യമുണ്ട്. പിന്നെ സിനിമയിലൊക്കെ അവസരം കിട്ടിയ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ജനന സമയത്ത് ആവശ്യമായ ഭാരമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഹോർമോൺ കുറവ് വളർച്ചയെ ബാധിച്ചു. 3ാം ക്ലാസ് വരെ വീട്ടിലിരുന്ന് സ്വയം പഠിച്ചു. 4ാം ക്ലാസ് മുതലാണ് വെള്ളയാംകുടി സ്കൂളിൽ പോയി പഠനം ആരംഭിച്ചത്. കൊച്ചു കുഞ്ഞിനോടെന്ന പോലെയുള്ള കരുതൽ സഹപാഠികളിൽ നിന്നും എസ്തറിന് ലഭിക്കുന്നുണ്ട്. വെള്ളയാംകുടി ഇടയാൽ റിട്ടയർഡ് PWD ഉദ്യോഗസ്ഥൻ ടോമി ജോസഫിന്റെയും വെള്ളയാംകുടി സെന്റ് ജെറോംസ് HSSലെ സോഷ്യോളജി അധ്യാപിക ഫിലോമിന സെബാസ്റ്റിന്റെയും 4 മക്കളിൽ 3ാമത്തെയാളാണ് എസ്തർ. തുടർ പഠനത്തിനൊപ്പം സിനിമയിൽ അഭിനയിക്കുകയും എസ്തറിന്റെ സ്വപ്നമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. അതാ അല്ലേ എസ്തറിന്റെ വിജയം, നമ്മുടെ ഒക്കെ വിജയമായിട്ട് മാറുകയാണ്. എസ്തർ A+ നേടിയിരിക്കുന്നതേ +2 പരീക്ഷയിലാണ്. മിടുക്കിയാണ്. ഒരു ഗ്രേസ് മാർക്കും ഇല്ലാതെയാണ് മോള് മിടുക്കിയായത്. ഇനി CS എടുക്കണം എന്നാണ്, കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിക്കുക. അതിനുശേഷം സിവിൽ സർവീസിൽ ഒരു കൈ നോക്കണം എന്നാണ്. തീർച്ചയായിട്ടും എസ്തറിനെ പോലുള്ള കുട്ടികൾ വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയൊരു നാഷണൽ ബ്രേക്ക് ആയിരിക്കും അല്ലേ? സിവിൽ സർവീസ് പരീക്ഷയിൽ നമ്മുടെ എസ്തർ വിജയിച്ചു വരുന്നത്. ആ മനോഹരമായ ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എസ്തർ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഗംഭീരമാവട്ടെ. അപ്പോൾ അടിപൊളിയായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉയരത്തിലും വണ്ണത്തിലും ഈ പറയുന്ന ആരോഗ്യമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മസിൽസിലും ഒന്നും വലിയ കാര്യമൊന്നുമില്ല. മനുഷ്യനാവുക എന്നുള്ളതാണ്. മിടുക്കന്മാരായിട്ട് വരാനായിട്ട് ഇതൊന്നും പരിമിതികളേ അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾക്ക് മനസ്സിലാവുന്നു അല്ലേ? അപ്പോൾ എസ്തർ നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കിയായിട്ട് സിവിൽ സർവീസൊക്കെ എഴുതി 1ാം റാങ്ക് കരസ്ഥമാക്കി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നല്ല ജോലിയൊക്കെ എടുത്ത് ജീവിക്കുക. വളരെ സന്തോഷമായിട്ട്, ഹാപ്പി ആയിട്ട്.